ഇപ്പം എപ്പോഴാണ് നിങ്ങൾ ഔട്ട്സോഴ്സിങ് ചൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. യു വാണ്ട് ഫ്ലെക്സിബിലിറ്റി, അതായത് നിങ്ങൾ ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ACCയുടെ F1 പേപ്പറായിട്ടുള്ള ബിസിനസ് ആൻഡ് ടെക്നോളജിയിലെ ചെറിയൊരു ടോപ്പിക്കാണ്. ഔട്ട്സോഴ്സിങ് വേഴ്സസ് ഓഫ് ഷോറിങ് എന്നാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ഔട്ട്സോഴ്സിങ് അല്ലെങ്കിൽ ഓഫ് ഷോറിങ് എന്നുള്ള രണ്ട് ടേം കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് ആക്ച്വലി ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് വേർഡ്സ് അല്ല. ഇത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും ഒരു കമ്പനി യൂസ് ചെയ്യുന്ന രണ്ട് സ്ട്രാറ്റജീസ് ആണ് അവരുടെ കോസ്റ്റ് സേവ് ചെയ്യാനും അതുപോലെ അവരുടെ ബിസിനസ് ഫങ്ഷൻസ് കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇൻ ടുഡേസ് ഗ്ലോബൽ എക്കണോമി കമ്പനീസ് ഓഫൻ യൂസ് സ്ട്രാറ്റജീസ് ടു റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് എഫിഷ്യൻസി. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ടു കോമൺ ടേംസ് യു വിൽ ഹിയർ ആർ ഔട്ട്സോഴ്സിങ് ആൻഡ് ഓഫ് ഷോറിങ്. ദോ ഓഫൺ യൂസ് ഇന്റർചേഞ്ചബിളി ദേ ആർ നോട്ട് ദ സെയിം. പലപ്പോഴും ഇത് ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ഇത് രണ്ടും സെയിം സംഭവങ്ങൾ അല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വെച്ചിട്ടായിരിക്കും നമ്മളിത് പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ കമ്പയർ ചെയ്തിട്ടായിരിക്കും പഠിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് എന്താണ് ഔട്ട്സോഴ്സിങ് എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ടോപ്പിക്, അതായത് ഈ രണ്ട് ടേം ഔട്ട്സോഴ്സിങ് ഓഫ് ഷോറിങ്, ഇത് രണ്ടും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഫസ്റ്റ് വൺ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത്, പിന്നെ ഒരു കീ പോയിന്റ് ഉണ്ടാവും ഈ ടേമിന്, പിന്നെ ജസ്റ്റ് ഒരു എക്സാമ്പിളും നമ്മൾ പറയും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന 3 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ട് ടേംസും എന്താണെന്നുള്ളത് അതിൻ്റെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ഔട്ട്സോഴ്സിങ് ഈസ് വെൻ എ കമ്പനി hires another organization to perform services or produce goods that were traditionally done in-house. അതായത് നേരത്തെ നമ്മുടെ ബിസിനസ്, ഇപ്പം ഒരു കമ്പനി നമ്മുടെ സ്വന്തം കമ്പനിയിൽ നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫംഗ്ഷൻ, അതെന്തുമാവാം, വേണമെങ്കിൽ സെയിൽസ് ഫംഗ്ഷൻ ആവാം, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആവാം, അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് ആവാം. നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവം നമ്മൾ പുറത്ത് വേറെ ഒരു ഓർഗനൈസേഷന് ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇത് കൊടുത്തുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഈ പറഞ്ഞൊരു സംഭവമാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിലൊരു കീ പോയിന്റ് പറയാനാണെങ്കിൽ, ദ തേർഡ് പാർട്ടി കുഡ് ബി ലൊക്കേറ്റഡ് എനിവെയർ ഇൻ ദ സെയിം കൺട്രി ഓർ എബ്രോഡ്. അതായത് ഈ പറഞ്ഞ നമ്മുടെ ഫംഗ്ഷൻ കൊടുക്കുന്ന വേറൊരു കമ്പനി ഉണ്ടാവുമല്ലോ, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ മാർക്കറ്റിംഗ് എടുക്കാം. ഈ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ നമ്മൾ വേറൊരു കമ്പനിക്ക് കൊടുക്കുന്നു. ആ തേർഡ് പാർട്ടി കമ്പനി നമ്മുടെ സെയിം കൺട്രിയിലോ അല്ലെങ്കിൽ ഇന്റർനാഷണലി അല്ലെങ്കിൽ പുറത്തൊരു രാജ്യത്തുള്ള ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ ആവാം. അതാണ് ഇതിൻ്റെ ഒരു കീ പോയിന്റ്. ഇനി എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, എ US ബേസ്ഡ് ടെക് കമ്പനി ഔട്ട്സോഴ്സിങ് കസ്റ്റമർ സപ്പോർട്ട് ടു കമ്പനി ഇൻ ദ ഫിലിപ്പീൻസ്. അല്ലെങ്കിൽ ഇന്ത്യ വേണമെങ്കിൽ ഒരു US കമ്പനിയുടെ കസ്റ്റമർ സർവീസ്, അതായത് ടെലികോളിംഗ് സംഭവങ്ങളുണ്ടല്ലോ, കസ്റ്റമേഴ്സ് അവരുടെ ആഫ്റ്റർ സെയിൽ അവർക്ക് എന്തെങ്കിലും ക്വയറീസോ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിന്റെ മെയിൻ്റെനൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് കമ്പനിയുടെ അടുത്ത് വിളിച്ച് ചോദിക്കുന്ന ഒരു ഇതാണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. അപ്പം ഈ കമ്പനി US കമ്പനി എന്താ ചെയ്യുന്നത്, ഈ സർവീസ് അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ ഇന്ത്യയിലുള്ളതോ അല്ലെങ്കിൽ ഫിലിപ്പീൻസിലുള്ള ഒരു കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പം ഇനി ഈ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിലിപ്പീൻസിൽ നിന്നോ ആയിരിക്കും ഈ പറഞ്ഞ കമ്പനിയുടെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടാവുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഓഫ് ഷോറിങ്ങിന്റെ ഡെഫിനിഷനും കീ പോയിന്റും എക്സാമ്പിളും നോക്കാം. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാം. ഓഫ് ഷോറിങ്ങിന്റെ ഡെഫിനിഷൻ എന്താണ്? ഓഫ് ഷോറിംഗ് ഈസ് വെൻ എ കമ്പനി റീലൊക്കേറ്റ്സ് ഇറ്റ്സ് ഓപ്പറേഷൻ ടു അനദർ കൺട്രി ഓഫൺ ടു ബെനിഫിറ്റ് ഫ്രം ലോവർ ലേബർ കോസ്റ്റ് ഓർ ഫേവറബിൾ എക്കണോമിക് കണ്ടീഷൻ. അതായത് ഒരു കമ്പനി അവരുടെ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ മൊത്തം ഫംഗ്ഷനോ വേറെ ഒരു രാജ്യത്ത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പം ഇന്ത്യയിലുള്ള ഒരു കമ്പനി അവരുടെ ഒരു ബ്രാഞ്ചോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും പെർട്ടിക്കുലർ ഫംഗ്ഷൻ, നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിങ്ങോ, പുറത്തൊരു കൺട്രി ബേസ് ചെയ്തിട്ട് അവർ ഇനി തൊട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അതായത് ഒരു ഇന്ത്യൻ കമ്പനി അമേരിക്കയിൽ പോയിട്ട് ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് ഓഫ് ഷോറിംഗ് എന്ന് പറയുന്നത്. ഇതിൽ കീ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ കമ്പനി സ്റ്റിൽ ഓൺസ് ആൻഡ് കൺട്രോൾസ് ദ ഓഫ് ഷോർ ഓപ്പറേഷൻ. ഓഫ് ഷോറിങ്ങിൻ്റെ ഒരു മെയിൻ പോയിന്റ്, നമ്മൾ പുറത്തൊരു കൺട്രിയിൽ പോയിട്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്താലും അതിൻ്റെ കംപ്ലീറ്റ് ഓണർഷിപ്പ് അത് നമ്മുടെ കമ്പനി തന്നെയാണ്, അല്ലേ? പക്ഷെ ഔട്ട്സോഴ്സിങ്ങിൽ എങ്ങനെയാ, അത് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഒരു കീ പോയിന്റ് ആയിട്ട് പറഞ്ഞു, നമ്മൾ വേറെ ഒരു കമ്പനിക്കാണ് ഈ പറഞ്ഞ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ ജർമ്മൻ ഓട്ടോമേക്കർ ബിൽഡിംഗ് എ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഇൻ മെക്സിക്കോ. അതായത് ജർമ്മൻ കാർ കമ്പനി, ഫോർ എക്സാമ്പിൾ BMW അല്ലെങ്കിൽ ബെൻസോ ഏതെങ്കിലും എടുത്തോ, ഇവര് മെക്സിക്കോയിൽ വേറൊരു കൺട്രിയിൽ പോയിട്ടൊരു മാനുഫാക്ചറിങ് പ്ലാന്റ് തുടങ്ങുക. അപ്പോൾ ഇത് വേറെ കമ്പനിയാണോ ഈ മാനുഫാക്ചറിങ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തത്? അല്ല,
ഈ സെയിം കമ്പനി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് കമ്പനി സ്റ്റിൽ ഓൺസ് ആൻഡ് കൺട്രോൾസ് ദി ഓഫ് ഷോർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞത്. അപ്പം ഇതാണ് ഓഫ് ഷോറിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്യാൻ യു ഓഫ് ഷോർ വിത്തൗട്ട് ഔട്ട്സോഴ്സിങ്, ഔട്ട്സോഴ്സിങ് ചെയ്യാണ്ട് ഓഫ് ഷോറിങ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതെന്താണെന്ന് നമുക്ക് പറയാം. അതിൻ്റെ ആൻസർ യെസ് ആണ്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ഓഫ് ഷോറിങ് വിത്തൗട്ട് ഔട്ട്സോഴ്സിങ്, യു സെറ്റ് അപ്പ് യുവർ ഓൺ ഫാക്ടറി അബ്രോഡ്. അതായത് നമ്മൾ സ്വന്തം കമ്പനിയുടെ ഒരു ഫംഗ്ഷൻ പുറത്ത് പോയിട്ട് ചെയ്യുന്നു. അത് അവിടെ എന്തൊക്കെ സംഭവിച്ചു? അവിടെ ഔട്ട്സോഴ്സിങ് സംഭവിച്ചില്ല, പക്ഷെ ഓഫ് ഷോറിങ് സംഭവിച്ചു അല്ലേ. അപ്പം നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാണ്ട് ഓഫ് ഷോർ ചെയ്യാം എന്ന് പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ക്യാൻ യു ഔട്ട്സോഴ്സ് വിത്തൗട്ട് ഓഫ് ഷോറിങ്, ഓഫ് ഷോർ ചെയ്യാണ്ട് ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എങ്ങനെ? നമ്മുടെ സെയിം കൺട്രിയിലുള്ള ഒരു തേർഡ് പാർട്ടി കമ്പനിക്ക് നമ്മുടെ ഒരു ഫംഗ്ഷൻ ചെയ്യാനായിട്ട് കൊടുത്താൽ മതി. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. യു ക്യാൻ ഔട്ട്സോഴ്സ് ടു എ തേർഡ് പാർട്ടി വെൻഡർ ഇൻ യുവർ ഓൺ കൺട്രി. അപ്പോൾ അവിടെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്, ഓഫ് ഷോർ ചെയ്യുന്നില്ല. ഓഫ് ഷോർ എന്ന് വെച്ചാൽ എന്താ? മെയിനായിട്ട് വേറെ കൺട്രിയിൽ പോയി ഓപ്പറേഷൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ കൺട്രിയിലുള്ള വേറെ ഒരു കമ്പനിക്ക് നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ കൊടുക്കുന്നതാണ് ഓഫ് ഷോറിംഗ് എന്ന് പറയുന്നത്. ഇനി സെയിം കമ്പനീസ് ഈവൻ ഓഫ് ഷോർ ആൻഡ് ഔട്ട്സോഴ്സ്, അതായത് പുറത്തുനിന്നുള്ള ഇൻ്റർനാഷണലി ഉള്ള ഒരു കസ്റ്റമർ, ഒരു സപ്ലയർ അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് നമ്മുടെ ഏതെങ്കിലും ഓപ്പറേഷൻ ചെയ്യാൻ കൊടുക്കുമ്പോഴോ അവിടെ രണ്ട് സംഭവങ്ങളും വരുന്നുണ്ട് അല്ലേ. ഫസ്റ്റ് തിങ്, നമ്മൾ വേറെ ഒരു കമ്പനിക്ക് കൊടുക്കുന്നു നമ്മുടെ ഒരു ഓപ്പറേഷൻ. ഫോർ എക്സാമ്പിൾ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ. അതായത് ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതാം. ഇപ്പോൾ മാർക്കറ്റിംഗ് നമ്മൾ എ കമ്പനി എന്ന് പറഞ്ഞാൽ പുറത്തൊരു കമ്പനിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഔട്ട്സോഴ്സിങ് നടന്നു, വേറെ കമ്പനിക്ക് കൊടുത്തു. ഇനി ഈ എ കമ്പനി ഇന്ത്യയിൽ ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയല്ല, നമ്മുടെ കമ്പനി ഇന്ത്യൻ കമ്പനിയാണ്. എ കമ്പനി എന്ന് പറയുന്നത് US-ലുള്ള ഒരു കമ്പനിയാണ്. സോ ഇവിടെ നമ്മൾ പുറത്തെ ഒരു കമ്പനിക്ക് കൊടുത്തപ്പോൾ അത് ഔട്ട്സോഴ്സിങ്ങുമായി, ആ കമ്പനി എബ്രോഡ് ബേസ് ചെയ്തിട്ടുള്ള കാരണം അത് ഓഫ് ഷോറിങ്ങുമായി. സോ അറ്റ് ദ സെയിം ടൈം ഓഫ് ഷോറിങ്ങും ഔട്ട്സോഴ്സിങ്ങും അവിടെ നടന്നു. ഇനി നമുക്ക് ഔട്ട്സോഴ്സിങ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോസ് എന്ന് വെച്ചാൽ അഡ്വാൻറ്റേജസ്. അതായത് ഇവിടെ കാണുന്ന പോലെ കോസ്റ്റ് എഫിഷ്യൻസിയാണ് ഫസ്റ്റ് വൺ. ഓക്കെ, ഔട്ട്സോഴ്സിങ് ചെയ്യുമ്പം എങ്ങനെയാണ് കോസ്റ്റ് എഫിഷ്യൻസി വരുന്നത്? അതായത് ഇത് ഈ ഒരു പോയിന്റ് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേറൊരു കാര്യം പറയാം. അതായത് ഇപ്പം നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ, ഇപ്പം മാർക്കറ്റിംഗ് തന്നെ എടുക്കുക. ഈ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ നമ്മൾ എന്തിനാണ് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, വൺ ഓഫ് ദ റീസൺ നമ്മുടെ കമ്പനിക്ക് ഇൻഹൗസ് ആയിട്ട് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനുള്ള സ്കില്ലില്ല എന്ന് വിചാരിക്കുക. അതായത് ഇപ്പം നല്ല സ്കിൽഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ല സ്ട്രാറ്റജീസ് ഉണ്ടാക്കാനുള്ള ഒരു ടീമില്ല മാർക്കറ്റിങ്ങിന്. അങ്ങനത്തെ കേസിൽ നമ്മൾ പുറത്തേക്ക് കൊടുക്കും. അങ്ങനെ വരുമ്പം നമുക്ക് കുറഞ്ഞ കോസ്റ്റിൽ അല്ലെങ്കിൽ കോസ്റ്റ് എഫിഷ്യൻസി നോക്കുമ്പം മേ ബി കോസ്റ്റ് കൂടുതൽ കൊടുക്കേണ്ടി വന്നാലും അതിനനുസരിച്ചുള്ള സ്കില്ല് നമുക്ക് കിട്ടും. സോ അതുകൊണ്ടാണ് അവിടെ എഫിഷ്യൻസി എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പലപ്പോഴും കോസ്റ്റ് കുറവാണെന്ന് പറയാൻ പറ്റില്ല, കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഫോക്കസ് ഓൺ കോർ ആക്ടിവിറ്റീസ്. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ എന്തിനാണ് ഒരു ഫംഗ്ഷൻ ഔട്ട്സോഴ്സ് ചെയ്യുന്നത്, പുറത്തേക്ക് കൊടുക്കുന്നത് എന്നുള്ള വേറൊരു റീസണാണ്. നമ്മുടെ കമ്പനി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് ആണെന്ന് വിചാരിക്കുക. അതായത് കാറുകൾ അല്ലെങ്കിൽ ബൈക്കുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. നമ്മുടെ സ്കില്ല് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എൻജിൻ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഈ പറഞ്ഞ കാർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള സംഭവമാണ്. അപ്പോൾ അതല്ലാണ്ട് ഇതിന് കുറേ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ കുറേ ഫംഗ്ഷൻസ് ഒരുമിച്ച് കൊണ്ടുപോകണം. ഫോർ എക്സാമ്പിൾ സെയിൽസ് ഉണ്ട്, കസ്റ്റമർ സർവീസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇൻഹൗസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ എന്താ പറയുക, നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഈ എൻജിൻ മാനുഫാക്ചർ ചെയ്യാനുള്ള കോർ ആക്ടിവിറ്റിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഔട്ട്സോഴ്സ് ചെയ്യുന്ന വഴി നമ്മുടെ കോർ സ്കില്ലിൽ നമുക്ക് കൂടുതൽ ഫോക്കസ് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി ഫ്ലെക്സിബിലിറ്റി ഇൻ ഓപ്പറേഷൻസ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ ഓരോ ഫംഗ്ഷൻസിലും ഫോക്കസ് ഫ്ലെക്സിബിൾ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏത് ഫംഗ്ഷനിൽ ഫോക്കസ് ചെയ്യണം, അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഈ പറഞ്ഞ ഔട്ട്സോഴ്സിങ് തരും. ഇനി കോൺസ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ആണ് ഈ പറഞ്ഞ ഔട്ട്സോഴ്സിങ് ചെയ്യുന്നതുകൊണ്ട് വരുന്നതെന്ന് നോക്കിയാൽ, ഒന്ന് ലെസ് കൺട്രോൾ ആണ്. ലെസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നതാണോ അതോ നമ്മുടെ ബിസിനസ് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ പുറത്തൊരു കമ്പനിയെ കൊണ്ട് ചെയ്യിക്കുമ്പോഴാണോ നമുക്കത് കറക്റ്റായിട്ട് ആ ഫംഗ്ഷൻ അവിടെ നടക്കുന്നുണ്ടോ എന്നൊരു കൺട്രോൾ വെക്കാൻ പറ്റുക? തീർച്ചയായിട്ടും നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ തന്നെ ചെയ്യുമ്പോഴാണ് അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ പുറത്തൊരു കമ്പനിക്ക് ആ ഫംഗ്ഷൻ ചെയ്യാൻ കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് കൺട്രോൾ കുറവായിരിക്കും. കാരണം അതിൻ്റെ ഹെഡ് അല്ലെങ്കിൽ അതിൻ്റെ സംഭവങ്ങൾ മാനേജ് ചെയ്യുന്നത് പുറത്തെ കമ്പനിയാണ്. സോ അവരെങ്ങനെയാണ് ചെയ്യുന്നത്, നമുക്കൊരു പരിധി കഴിഞ്ഞ് നമുക്ക് അതിൽ ഇടപെടാനായിട്ട് പറ്റില്ല അല്ലേ, ഈവൻ ദോ അത് നമ്മുടെ ഫംഗ്ഷനാണ് ചെയ്യുന്നതെങ്കിൽ പോലും. ഇനി ക്വാളിറ്റി കൺസേൺ.
ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കൺട്രോൾ കുറയുമ്പോൾ എന്താ പ്രശ്നം, അത് പ്രോപ്പർ ക്വാളിറ്റിയിലാണോ അത് അവിടെ ഫങ്ഷൻസ് നടക്കുന്നത് എന്നുള്ളത് നമുക്കൊരു പരിധി വിട്ട് നമുക്ക് ഒരു ചെക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ. ഇനി ഡാറ്റ സെക്യൂരിറ്റി റിസ്ക്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് ആണ് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പലതരത്തിലുള്ള കസ്റ്റമർ ഡാറ്റ കൂടി ഈ പറഞ്ഞ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യാൻ കൊടുത്ത കമ്പനിക്ക് ഷെയർ ചെയ്യേണ്ടി വരും. കസ്റ്റമർ ഡാറ്റ, മാർക്കറ്റിങ്ങിന് എന്തായാലും കസ്റ്റമർ ഡാറ്റ വേണം അല്ലേ. അപ്പോൾ കുറേ സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണൽ ഡാറ്റയൊക്കെ നമ്മളെ കസ്റ്റമേഴ്സിന് നമ്മൾ ഇവർക്ക് ഷെയർ ചെയ്യുന്ന ടൈമിൽ വരുന്ന ഒരു റിസ്ക് ആണ് ഡാറ്റ സെക്യൂരിറ്റി റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ ഔട്ട്സോഴ്സിങ്ങിൻ്റെ പ്രോസ് പറഞ്ഞു, കോൺസ് പറഞ്ഞു. ഇനി നമുക്ക് ഓഫ് ഷോറിങ്ങിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കാം. അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ മേജർ കോസ്റ്റ് സേവിങ്സ്. ഓക്കെ, ഓഫ് ഷോറിങ്ങിൻ്റെ കേസിൽ കോസ്റ്റ് സേവിങ്സ് കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണത് പറയാൻ കാരണം, നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ പുറത്തേക്ക് വേറൊരു കമ്പനിക്ക് കൊടുക്കുകയല്ല അവിടെ ചെയ്യുന്നത്, നമ്മൾ തന്നെ അത് ചെയ്യാണ്, വേറൊരു കൺട്രിയിൽ ബേസ് ചെയ്തിട്ട് ചെയ്യാണ് അല്ലേ. സോ അവിടെ നമുക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലുള്ള കൺട്രോൾ വരും, കുറേ കൂടെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഉള്ളിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ കോസ്റ്റ് കുറച്ച് സേവ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പം മേജർ ആയിട്ടുള്ള കോസ്റ്റ് സേവിങ്സ് വരും. ഇനി ആക്സസ് ടു സ്കിൽഡ് ഗ്ലോബൽ ടാലൻറ്റ്. ഓഫ് ഷോറിംഗ് എന്ന് വെച്ചാൽ എന്താ, പുറത്തൊരു കൺട്രിയിൽ പോയിട്ട് അവിടെ ഒരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഗ്ലോബൽ ടാലൻറ്റ്, അതായത് നമ്മുടെ കൺട്രിയിൽ നമുക്ക് കിട്ടാത്ത ടാലൻസ് നമുക്ക് വേറെ കൺട്രിയിൽ പോയാൽ കിട്ടുമല്ലോ അല്ലേ. ഇപ്പോൾ ചില കൺട്രീസിൽ ഉള്ള ചിലപ്പം നല്ല ടെക്കീസ് ഉണ്ടാവും നമ്മുടെ കൺട്രീനേക്കാളും, അല്ലെങ്കിൽ വേറെ പലതരം സ്കില്ലുകൾ ഉള്ളവരുണ്ടാവും. ഇപ്പോൾ സെയിൽസിൽ സ്കില്ലുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ റിസർച്ചിൽ ഉള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കൺട്രിയിൽ കിട്ടാത്ത സ്കിൽസ് നമ്മൾ എബ്രോഡ് പോയിട്ട് നമുക്കത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി റൗണ്ട് ദ ക്ലോക്ക് പ്രൊഡക്ടിവിറ്റി. ഓഫ് ഷോറിംഗ് എന്ന് വെച്ചാൽ അഗെയിൻ പുറത്ത് രാജ്യത്ത് പോയി ഈ പറഞ്ഞ ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ വരുന്ന ഒരു സംഭവം റൗണ്ട് ക്ലോക്ക്, അതായത് 24/7 നമുക്ക് അവിടെ വർക്ക് നടക്കും. ഇപ്പം ഒന്നെങ്കിൽ നമ്മുടെ കൺട്രിയിൽ വർക്ക് നടക്കുമ്പോൾ അവിടെ മേ ബി നൈറ്റ് ടൈം ആയിരിക്കും, വർക്ക് ഇല്ലാത്ത ടൈം ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ നൈറ്റ് ടൈം ആയിരിക്കുമ്പോൾ അവിടെ വർക്ക് നടക്കുന്ന ടൈം ആയിരിക്കും. അപ്പോൾ സോ രണ്ടിടത്തും നമുക്ക് ഒരേ ടൈമിലല്ല എവിടെയെങ്കിലുമൊക്കെ വർക്ക് നടക്കുന്നുണ്ടാവും എപ്പോഴും. അപ്പോൾ പ്രൊഡക്ടിവിറ്റി റൗണ്ട് ദ ക്ലോക്ക് ആണ് നമുക്ക് പറയാൻ പറ്റും. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ലാംഗ്വേജ് ആൻഡ് കൾച്ചറൽ ബാരിയേഴ്സ്. എഗെയിൻ പുറത്തൊരു കൺട്രിയിൽ പോകുമ്പം അവിടുത്തെ കൾച്ചറൽ ഡിഫറൻസസ് ഒക്കെ നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിലും റൺ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഓഫ് ഷോറിങ് ചെയ്യുന്ന ടൈമിലൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി ടൈം സോൺ ഇഷ്യൂ. നേരത്തെ പറഞ്ഞ ടൈം സോൺ അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി, പക്ഷേ ചില കേസുകളിൽ ടൈം സോൺ ഒരു ഇഷ്യൂ ആയിട്ടും വരാൻ സാധ്യതയുണ്ട്. ഇനി ലീഗൽ ആൻഡ് റെഗുലേറ്ററി ചാലഞ്ചസ്. നമ്മുടെ നാട്ടിലെ ലോ അല്ല പുറത്തെ ലോ. അവിടെ ഇപ്പോൾ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ഫംഗ്ഷൻ ചെയ്യാനായിട്ട് അവിടെ ഒരു എൻറ്റിറ്റി സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് റെഡ് ടേപ്പ് കാര്യങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയാണ് ഓഫ് ഷോറിങ് ചെയ്യുന്ന ടൈമിലുള്ള ഡിസഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു, ഡിസഡ്വാൻറ്റേജും പറഞ്ഞു. ഇനി നിങ്ങളുടെ കമ്പനി ഏതാണ് ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു കമ്പനി അവരുടെ ഒരു സിറ്റുവേഷനിൽ ഏതാണ് കൂടുതൽ ആപ്റ്റായിട്ട് ചൂസ് ചെയ്യേണ്ടത്, അതായത് ഇപ്പോൾ ഔട്ട്സോഴ്സിംഗ് ആണോ ഓഫ് ഷോറിംഗ് ആണോ അവർ ചൂസ് ചെയ്യേണ്ട സംഭവങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ആക്ച്വലി രണ്ടും രണ്ട് സംഭവങ്ങളാണ്. സോ അവരുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഈ പറഞ്ഞ ഫംഗ്ഷൻ ചൂസ് ചെയ്യേണ്ടത്. എന്നാലും നമുക്ക് നോക്കാം. ഇപ്പം എപ്പോഴാണ് നിങ്ങൾ ഔട്ട്സോഴ്സിങ് ചൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. യു വാണ്ട് ഫ്ലെക്സിബിലിറ്റി, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ഫംഗ്ഷനിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു ഫ്ലെക്സിബിലിറ്റി വേണം. അങ്ങനെയാണെങ്കിൽ ഔട്ട്സോഴ്സിങ് ചെയ്യണം. അപ്പോൾ ഉള്ള ഗുണം എന്താ, ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോർ ഫംഗ്ഷനിൽ ഫോക്കസ് ചെയ്യാം, എന്നിട്ട് നോൺ കോർ ആക്ടിവിറ്റീസ് ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റും. ക്വിക്ക് റിസൾട്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് വേണം. ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, വേറൊരു കമ്പനിക്ക് കൊടുക്കുക. അല്ലാണ്ട് നമ്മൾ പോയിട്ട് ഒരു കമ്പനി സെറ്റപ്പ് ചെയ്ത് നമ്മുടെ തന്നെ സ്വന്തം കമ്പനി സെറ്റപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ അവിടെ ടൈം ബാരിയർ ഇല്ല, ക്വിക്ക് റിസൾട്ട് കിട്ടും ഔട്ട്സോഴ്സിങ്. കാരണം വേറൊരു കമ്പനിക്ക് കൊടുക്കുക. കാരണം ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഭവം കുറേ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ ക്വിക്ക് റിസൾട്ട് കിട്ടും. ഇനി ലോവർ അപ്ഫ്രണ്ട് കോസ്റ്റ്. അത് പറയാൻ കാരണം എന്താ, ഓഫ് ഷോറിംഗ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, അതൊരു സ്റ്റാർട്ടപ്പ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകണം. നമ്മുടെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്ത് അത് ഗ്രോ ആയി എന്നിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഈ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ആവശ്യമുണ്ട്. പക്ഷേ എഗെയിൻ ഒരു ഫീ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സർവീസ് നമുക്ക് കിട്ടും ഔട്ട്സോഴ്സിങ്ങിൻ്റെ കേസിൽ. അപ്പോൾ അതാണ് ലോവർ അപ്ഫ്രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം ഔട്ട്സോഴ്സിങ്ങിൻ്റെ കേസിൽ ഒരു ഔട്ട്സോഴ്സിങ് ഫീ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക്
അവർ നമുക്ക് ആ സർവീസ് തരും, നമുക്കത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഓഫ് ഷോറിങ് എപ്പോഴാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. യു വാണ്ട് മോർ കൺട്രോൾ. അത് പറയാൻ കാരണം എന്താ? ഫസ്റ്റ് ഔട്ട്സോഴ്സിങ്ങിൽ നമ്മൾ വേറെ കമ്പനിക്കാണ് കൊടുക്കുന്നത്, അപ്പോൾ അവിടെ കൺട്രോൾ നഷ്ടപ്പെടും. അപ്പോൾ ഓഫ് ഷോറിങ് ആണെങ്കിൽ കൺട്രോൾ ഉണ്ടാവും. ലോങ് ടേം ഗ്ലോബൽ എക്സ്പാൻഷൻ. നമ്മുടെ കമ്പനി എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്വന്തം ഫങ്ഷൻസ് നമ്മൾ സ്വയം ചെയ്യണം അല്ലേ? അപ്പോൾ ലോങ് ടേം ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പോൾ ലോങ് ടേം എക്സ്പാൻഷൻ ചെയ്യാൻ നമ്മുടെ ഇൻ ഹൗസ് തന്നെ അത് സെറ്റപ്പ് ചെയ്യുന്നതാണ് നല്ലത്. അതായത് നമ്മുടെ സ്വന്തം ഓണർഷിപ്പിൽ പുറത്ത് പോയിട്ടൊരു കമ്പനി അല്ലെങ്കിൽ ഒരു ഈ ഫംഗ്ഷൻ ചെയ്യാനായിട്ടൊരു എൻറ്റിറ്റി സെറ്റപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി കോസ്റ്റ് ബെനിഫിറ്റ് ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേമിലേക്ക് ചിന്തിക്കുമ്പോൾ കോസ്റ്റ് ബെനിഫിറ്റ് എന്തായാലും ഓഫ് ഷോറിങ്ങിനാണ്. കാരണം നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹെവി അപ്ഫ്രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് ഇവിടെ ലോവർ ആണ്. ഓഫ് ഷോറിങ്ങിൽ ഹൈ അപ്ഫ്രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, പക്ഷേ ലോങ് ടേമിൽ നമുക്ക് കോസ്റ്റ് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ അല്ലേ? കാരണം നമ്മൾ തന്നെയാണ് അത് ചെയ്യാൻ പോകുന്നത് ലോങ് ടേമിലേക്ക് ചിന്തിക്കുമ്പോൾ. ഇനി ഓൾവേസ് കൺസിഡർ യുവർ കമ്പനീസ് ഗോൾസ്, ബഡ്ജറ്റ് ആൻഡ് കപ്പാസിറ്റി ബിഫോർ ഡിസൈഡിങ്. അതായത് ഗോൾ ലോങ് ടേം കോസ്റ്റ് സേവിങ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് ഷോറിങ് ചെയ്യുന്നതാണ് നല്ലത്. ഷോർട്ട് ടേം ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഔട്ട്സോഴ്സിങ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലെങ്കിൽ പോലും അത് ഔട്ട്സോഴ്സിങ് ആണ് നല്ലത്. ഓഫ് ഷോർ ചെയ്യണമെങ്കിൽ ഹെവി അപ്ഫ്രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരും. ഓക്കെ, അപ്പം അതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി കൺക്ലൂഷനായിട്ട് ജസ്റ്റ് നമുക്ക് ഒന്നോടെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാം നമ്മളിന്ന് പഠിച്ച സംഭവം. ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി വേറെ ഒരു കമ്പനീനെ ഹയർ ചെയ്യുകയാണ്. ഓഫ് ഷോറിംഗ് എന്ന് പറഞ്ഞാൽ മൂവിങ് യുവർ ഓൺ ഓപ്പറേഷൻസ് എബ്രോഡ്. നമ്മുടെ ഒരു ഓപ്പറേഷൻ എന്തും ആയിക്കോട്ടെ, സെയിൽസോ മാർക്കറ്റിങ്ങോ റിസർച്ചോ, അത് നമ്മൾ എബ്രോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതാണ് ഓഫ് ഷോറിങ്. ഇനി ബോത്ത് ക്യാൻ ഡ്രൈവ് കോസ്റ്റ് സേവിങ്സ് ആൻഡ് എഫിഷ്യൻസി ബട്ട് കം വിത്ത് ട്രേഡ് ഓഫ്സ്. രണ്ടും ചെയ്യുന്ന ടൈമിൽ കോസ്റ്റ് സേവിങ്സും ഉണ്ടാവും, എഫിഷ്യൻസി കൂടുകയും ചെയ്യും. പക്ഷേ അത് എപ്പോൾ ചൂസ് ചെയ്യണമെന്നുള്ളത് കമ്പനിയുടെ അവർ തന്നെ അവരുടെ മാനേജേഴ്സ് ഡിസൈഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അത് അവരുടെ കറന്റ് കണ്ടീഷൻ നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ പിന്നെ രണ്ടിനും ട്രേഡ് ഓഫ്സ് ഉണ്ട്. അതായത് രണ്ട് ചൂസ് ചെയ്യുന്ന ടൈമിലും എന്തെങ്കിലും പകരമായിട്ട് കൊടുക്കേണ്ടി വരും അല്ലേ? ഇപ്പം ഓഫ് ഷോറിങ് ചെയ്യുന്ന ടൈമിൽ ലോങ് ടേം കോസ്റ്റ് ബെനിഫിറ്റ് ഉണ്ട്, പക്ഷേ ഷോർട്ട് ടേമിൽ ഹ്യൂജ് അപ്ഫ്രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അപ്പം ഒരു ഗുണം വരുമ്പോൾ ഒരു നഷ്ടവും അവിടെ ഉണ്ടാവും. അപ്പം ചൂസ് വാട്ട് അലൈൻസ് വിത്ത് യുവർ സ്ട്രാറ്റജി ആൻഡ് വിഷൻ എന്നുള്ളതാണ് ഈ ടോപ്പിക്കിൽ പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം, നമ്മുടെ മെൻറ്റേഴ്സ് അത് ക്ലിയർ ചെയ്യും. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.